അത് യു ഡി എഫിന്റെ പാരമ്പര്യം അതാണല്ലോ. ഈ ചില കാര്യങ്ങൾ പിന്നെ എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. അതൊക്കെ അവർക്ക് ഇനിയിപ്പോൾ ഈ 4-ാം തീയതി വരെ രാവിലെ വരെ അതെല്ലാം ചിന്തിക്കാമല്ലോ. ഇതിന് വെറുതെ പറഞ്ഞ് ഒരു വിവാദമാക്കണം ഓരോ കാര്യവും. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊക്കെ മത്സരിച്ച എൻ്റെ മണ്ഡലത്തിൻ്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ 140 സീറ്റും എനിക്ക് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആണ് പിന്നെ യു ഡി എഫ് പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? അല്ലെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 5 മൂന്നുപേരുണ്ട്. ഇനിയും കൂടും. 3 ചുരുക്കി. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വകുപ്പെല്ലാം തിരിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടാകും. നമ്പർ അവിടെ അത് മാറ്റി വെച്ചിരുന്നു. കാറിൻ്റെ നമ്പർ നമ്പറും എല്ലാവർക്കും ഇഷ്ടമില്ല. കാരണം അവർക്ക് പിന്നെ ജോത്സ്യനെ ചെന്ന് കണ്ടിട്ടൊക്കെ കാറിൻ്റെ നമ്പർ നിശ്ചയിക്കാൻ പറ്റും. അങ്ങനെ ജോത്സ്യം പറഞ്ഞ നമ്പറും കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ റിസൾട്ട് വേറെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?